ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര നേരെ ഇല്ലിക്കൽക്കലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ പോയിന്റിലേക്ക് കേട്ടോ. ഞാൻ ആദ്യം ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത് വാഗമണ്ണാണ്. പക്ഷെ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ലൊക്കേഷൻ അധികം ആൾക്ക് അറിയാത്തൊരു ലൊക്കേഷനാണ്. ഒത്തിരി ഫേമസ് ആയില്ല, എന്നാലും റീൽസിലൊക്കെ അത്യാവശ്യം ഉള്ള ഒരു ലൊക്കേഷൻ കേട്ടോ. ഇല്ലിക്കൽക്കലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അടിപൊളി ലൊക്കേഷൻ കേട്ടോ. അപ്പം അവിടത്തേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. എറണാകുളത്ത് നിന്ന് ഏകദേശം രാവിലെ യാത്ര പുറപ്പെട്ടു കേട്ടോ. എറണാകുളത്ത് നിന്ന് ഏകദേശം 91 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു ലൊക്കേഷനിലേക്ക്. നല്ല അടിപൊളി റൂട്ടാണ്. ഞാൻ വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ എറണാകുളത്ത് നിന്ന് പിറവം ഇലഞ്ഞ് ഉഴവൂർ വഴി നേരെ പാല വന്ന് ചാടി പാലയിൽ നിന്ന് നേരെ ഈരാറ്റുപേട്ട നമ്മൾ വാഗമൺ റൂട്ട് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വരുന്ന വഴിക്കൊന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ലൊക്കേഷൻ കിട്ടും കേട്ടോ. ഇല്ലിക്കൽക്കൽ ബാക്ക് സൈഡ് വ്യൂ പോയിന്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം നിലവിൽ ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് ഈ റൂട്ട്. അപ്പം എന്തായാലും നമ്മൾ മുകളിലോട്ട് പോവാണ്. അത്യാവശ്യം ചെറിയൊരു കയറ്റോട്ടോ, ചെറിയല്ല അത്യാവശ്യം നല്ലൊരു കയറ്റാണ് കേട്ടോ. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് നമ്മൾ നേരെ പ്ലാനൊക്കെ മാറ്റി ഇങ്ങോട്ട് വന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഒന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ ഇത്. ഓ, ഇപ്പം അത്യാവശ്യം വണ്ടികളൊക്കെ ആയിട്ടോ ഇവിടെ. ഇത് കയറി വരുന്ന സ്ഥലങ്ങളുണ്ടാവും, രക്ഷയിലാട്ടോ, വൈബാണ്. എൻ്റെ റോഡ് ഇത് അവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ല, നമ്മൾ കയറി വന്ന റോഡൊക്കെ കാണാതുണ്ടോ, ആ കാണുന്നുണ്ടോ റോഡ്. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞത് ഇങ്ങനെ വരും കേട്ടോ. അതാ വണ്ടി വരുന്നത്, ഇവിടം വരെ ആയിട്ടേ റോഡുള്ളൂ. അത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡോടെ ഇത്. നല്ല വൈബാട്ടോ. ഉണ്ടോ, ഇവിടം വരെ റോഡുള്ളൂ. നമുക്ക് കേരള കണ്ടോ, ഈ മല കണ്ടോ, ഇതിൻ്റെ മുകളിലേക്കായിട്ട് കേരള. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ എൻ്റെ താഴത്തെ വ്യൂ പോയിന്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ നേരെ തന്നെ അങ്ങോട്ടുള്ള യാത്ര കേട്ടോ. അപ്പം നമ്മളവിടെ നിന്നൊരു ബ്രെഡ് ഓംപ്ലേറ്റും ഒരു കുപ്പി വെള്ളം വാങ്ങി കേട്ടോ. ഇനി അങ്ങോട്ട് ട്രെക്കിംഗ് ആണ്. കയറി വന്ന വഴിയായിട്ട് കാണുന്ന നല്ല ട്രെക്കിംഗ് ഉണ്ട്. അതെ, വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലമായിട്ട് അത് എന്താ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല അടാറ് ട്രെക്കിംഗ് കേട്ടോ. പിന്നെ അത്യാവശ്യം വെള്ളം താഴ്ന്ന് വാങ്ങി കയ്യിൽ പിടിച്ചോ, വെള്ളം മുകളിൽ കിട്ടില്ല കേട്ടോ. മിനിമം 2 കുപ്പി വെള്ളമെങ്കിലും വേണ്ടി വരും. നമ്മൾ പകുതി എത്തുമ്പോഴേക്കും മടുക്കും. അതിന് നല്ല ദാഹമുണ്ട് കേട്ടോ. എന്നാൽപ്പോലും ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങണം. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ടൈം പിടിക്കും കേട്ടോ. കുത്തനെ കയറ്റാണ്, ചാടിക്കേറി ഓടാൻ പറ്റില്ല കേട്ടോ. അതുപോലത്തെ ട്രക്കിങ്ങാണ്. ഞാൻ ഇപ്പം നിൽക്കുന്ന ഇല്ലിക്കൽക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഇത് മൊത്തം വാഗമണിലേക്ക് പോകുന്ന ഹിൽ ഏരിയ, ആ മലയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതുപോലെ നമ്മൾ കയറി വന്ന വഴി കാണിച്ചു തരാം. ഇത് അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിതേ കറങ്ങിത്തിന് ഇങ്ങനെ വന്നു കേട്ടോ. ഇത് താഴെ വലിയ കൊക്കയാണ്, കാണിച്ചു തരാം. കാണാൻ പറ്റുന്നില്ല, ആൾക്കാരെല്ലാം നടന്നു വരുന്നുണ്ടോ. ഇതേ വഴിയായിട്ട് കയറി വന്ന് ഉണ്ടോ, ഇതുവഴി ഇങ്ങനെ കറങ്ങി കയറി വരണം കേട്ടോ. അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. ഇതൊരു രക്ഷയില്ല കേട്ടോ, വൈബ് വ്യൂ പോയിന്റ് ആണ്. നല്ല കാറ്റാണ്, അതുപോലെ തന്നെ വെയിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആവും. പെട്ടെന്ന് ചിലപ്പോൾ മഴയൊക്കെ കയറി വരും കേട്ടോ. അപ്പം ഞാൻ വന്ന് കയറിയ സ്ഥലത്ത് തന്നെ ഒരു ചെറിയൊരു മലയുടെ മുകളിലോട്ട് ഞാൻ നിൽക്കുന്ന ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. എന്താ ഇവിടുന്ന് കുറച്ചും കൂടി വൈഡായിട്ട് എല്ലാവരെയും കാണാൻ പറ്റുമോ. അതോ വ്യൂ ഒന്നും ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. കാർമേഘങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. ഞാൻ നേരത്തെ വീഡിയോ എടുത്തത് ആ പാറയുടെ മുകളിൽ കേട്ടോ. അപ്പുറ സൈഡൊക്കെ കാണാൻ പറ്റും.
നമ്മൾ ശരിക്കും നടന്ന് കിതച്ചു കേട്ടോ. ഇനിയിപ്പോൾ പോകാനുള്ളത് ആ മലയുടെ മുകളിലോട്ടോ. അതിൻ്റെ മുകളിലും ഇതാണ്ട് അപ്പുറത്തൊരു മല ഉണ്ട്, അവിടെയും കൂടി കയറിയിട്ട് നമ്മൾ തിരിച്ചു പോകും. നമ്മളിപ്പോൾ കയറി വന്നാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് പോയിന്റ് കേട്ടോ. ഇത് ഈ കാണുന്ന ഏരിയ ഉണ്ടോ, അവിടെ ഭയങ്കര ഡേഞ്ചറസ് കേട്ടോ. കയറി വരാൻ കുറച്ച് പാടാണ്. നിങ്ങൾ വന്നത് അവിടെ വന്ന് നിൽക്കും. അവിടെ നിന്നിട്ട് ആ ഏരിയയിലെ വ്യൂ പോയിന്റ് മൊത്തം എടുത്ത് ഞാനിപ്പോൾ എല്ലിക്കലക്കലിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടോ. ഈ എല്ലിക്കൽക്കലിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 വ്യൂ പോയിന്റ് ആയിട്ട് കാണാമല്ലോ. ഒന്ന് ആ കാണുന്ന മല കേട്ടോ, രണ്ടാമത്തെ ഉള്ളത് ഈ ഒരു മല കേട്ടോ. അപ്പോൾ അവിടെ നിന്നെടുത്തപ്പോൾ ഞാൻ ഈ മലയുടെ കാണിച്ചായിരുന്നു. പിന്നെ ഉള്ളതുണ്ടോ ഈ ഒരു മല കേട്ടോ. ഇതൊക്കെ ആ അവിടെ വരെ നമുക്ക് നടന്നു പോവാം. ആ കാണുന്ന കല്ലുണ്ട്, അതാണ് ഇല്ലിക്കൽക്കല്ലിൻ്റെ ഫ്രണ്ട് വ്യൂ പോയിന്റ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുന്നില്ല കല്ലാട്ടത്. അവിടെ ആൾക്കാരുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ നോക്കുമ്പോഴാണ് ഉണ്ടോ, ഈ ഒരു വ്യൂ പോയിന്റ് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കല്ല് കാണുന്നത് കേട്ടോ അവിടുന്ന്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കേട്ടോ, ആ ബാക്ക് സൈഡ് വ്യൂ പോയിന്റ് കേട്ടോ. കുറച്ച് ട്രക്കിങ് കയറിയാൽ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം കേട്ടോ ഇത്. ഉണ്ടോ ഫുള്ള് വൈബ് എന്ന് പറഞ്ഞാൽ അഡാർ വൈബ്. ഇപ്പം അപ്പുറത്തെ വ്യൂ പോയിന്റ് കൂടെ ഒന്ന് കയറുന്നുണ്ടോ. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് നമുക്ക് വാഗമൺ ആ ഏരിയ ഒക്കെ മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ. ഉണ്ടോ ഫുള്ളും ആ നമ്മൾ വാഗമണിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഒരു ഏരിയയിൽ വെച്ച് നോക്കിയാൽ ഈ വ്യൂ പോയിന്റെല്ലാം കാണാൻ പറ്റും കേട്ടോ. ക്യാമറ നല്ല ക്യാമറ ഉണ്ടെങ്കിൽ സൂം ചെയ്താൽ കാണാൻ പറ്റും. ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകുന്ന വഴി കേട്ടോ. അത് മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന വഴിയുണ്ടോ, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഉണ്ടോ, അങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നമ്മളെത്തും. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു വ്യൂ പോയിന്റിലും കൂടി കയറിയിട്ട് നേരെ തിരിച്ച് ഇറങ്ങാം കേട്ടോ. എന്നിട്ട് വരാട്ടമേട് പോകാനുള്ള പ്ലാൻ ഉണ്ട്, നോക്കാം. സമയം ഉണ്ടെങ്കിൽ അതും കൂടി കയറാനുള്ള പരിപാടിയായിട്ട്. എന്തായാലും ഒരു അടിപൊളി സ്ഥലമായിട്ട് ഇതായിട്ട് നമ്മൾ മുകളിലോട്ട് കയറിപ്പോയ വഴി അല്ല നമ്മൾ പോകുന്നത്. ഇത് ഇവിടെ ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. വഴി കാണിച്ചു തരാം. രക്ഷയിലോട്ടോ. ഇതൊരു ഇടുങ്ങിയ വഴി കേട്ടോ. അതുപോലെ ഇതിൻ്റെ താഴെ സൈഡ് കൊക്ക കേട്ടോ, കാണിച്ചു തരാം. ഇതിലാണ് പോകും. അവിടത്തേക്കാണ് ഞാൻ പോകണ്ടേ. ഓ ഇതാണ്ട് കേട്ടോ, ഇത് അഡാറ് കൊക്കാന്ന്. അഡാറ് കൊക്കാട്ടാന്നല്ലോ കാണാൻ പറ്റും തോന്നട്ടോ. അതേ വഴി നിങ്ങൾ നടന്ന് പോയിട്ട് വേണം അതേ പാറയുടെ മുകളിൽ കയറാൻ കേട്ടോ. ഇതാണ് വഴി കേട്ടോ. കണ്ടോ, നമ്മൾ തിരിച്ചത് ഇതേ കൂടി കയറി പോകട്ടോ. ഇത് റിസ്കി റോഡാണ്, നോക്കാം. റോഡല്ല കേട്ടോ, വഴി കേട്ടോ. എൻ്റെ പൊന്നട വേദി ചെറിയ ഇടുങ്ങിയ വഴിയാ, സൂക്ഷിച്ച് കണ്ട് പോകണം കേട്ടോ. കറക്റ്റ് ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഇത് എന്താ ഇത് ഇന്നത്തെ കൊക്ക കേട്ടോ. അല്ല അഡാറ് കൊക്കാന്ന് പറഞ്ഞാൽ അഡാറ് കൊക്ക കേട്ടോ. ചെറിയ നാരായിട്ടുള്ളൊരു വഴി കേട്ടോ. ഇതിൽ കൂടിയാണ് അപ്പുറത്തേക്ക് ചെല്ലാൻ. കുഴിയണ്ട, ചെറിയൊരു വഴി, 2 സൈഡ് ഇട്ട കേട്ടോ. അതിൻ്റെ കാണിച്ചു തരാം. ഇതുണ്ടോ കൊക്കാണ്, ഇതെന്താ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. ഇതിൽ കൂടി വേണം നടന്നിട്ട് പോയാൽ സൂക്ഷിച്ച് കണ്ട് പോകണം കേട്ടോ. അതാ ഇവിടേക്ക് തന്നെ ഇത്ര ഗ്യാപ്പുള്ളൂ. ഇത് താഴെ കൊക്കാണ്. പിന്നെ എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകണം മോനെ, ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ. ഇതിങ്ങനെ കയറി എൻ്റെ മുകളിലെത്തുമ്പോഴുള്ള ആ വ്യൂ ഉണ്ടല്ലോ, കാണിച്ചാൽ കേട്ടോ, രക്ഷയില്ല. കണ്ടോ
നമ്മൾ അവിടെ നിന്ന് കണ്ട സ്ഥലമായിട്ടത് പാറ കുറച്ചും കൂടി അടുത്തിരുന്ന് കാണാം കേട്ടോ. അല്ല ആ പാറ ഇനി ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. അല്ല അല്ല ഇപ്പം ഞാൻ നിന്നുകൊണ്ടിരിക്കട്ടെ ഇവിടെ. ഇരിക്കലക്കല്ലെന്ന് പോയില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കട്ടെ. പെട്ടെന്ന് ഇവിടെ കാലാവസ്ഥ മാറി. മൊത്തം കാർമേഘം മൂടി വന്നിരിക്കട്ടോ. ഉള്ള ഇരുണ്ട് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. അതിന് നേരെ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങണം. അങ്ങനെ പണി കിട്ടും, കാരണം കോട്ട് എടുത്തില്ല കേട്ടോ. അപ്പം എന്തായാലും ഇല്ലിക്കക്കല്ലിൻ്റെ അടിപൊളി വ്യൂകളൊക്കെ കണ്ട് ഇന്ന് തിരിച്ചു പോകട്ടോ. ഇന്ന് വരാട്ടമെടുപ്പമുള്ള പരിപാടിയാണ്. മഴയില്ലെങ്കിൽ ചിലപ്പം കയറി പോകട്ടോ, കാരണം അത് കുറച്ചും കൂടി നല്ലോണം ഓഫ് റോഡ് ഉണ്ട്. നമ്മൾ നേരെ തിരിച്ചു പോവാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും വണക്കം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കോട്ടോ. നേരെ ഇനി താഴോട്ട് ഇറങ്ങട്ടെ. ഇനി ഏകദേശം 1.5 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങണം. നമ്മൾ വന്ന വഴിയിട്ടത് നല്ല ഇടുങ്ങിയ വഴിയാണ്. സൂക്ഷിച്ചും കൊണ്ട് ഇറങ്ങിപ്പോണം. ഓക്കെ, ബൈ ബൈ. നല്ല പെരുമഴ കേട്ടോ. ഇപ്പോൾ പെട്ടോ ഞാനിത് പാറയുടെ അടിയിൽ കയറിയിരിക്കുക കേട്ടോ. മഴ കുറഞ്ഞപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ കേട്ടോ. ഫുള്ള് കോട വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അങ്ങറ്റത്തെ കാണാം, അവിടെയൊക്കെ വെയിലുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ ഉണ്ടോ, ഫുള്ള് കോട വന്ന് നിറഞ്ഞു. ഫുള്ള് കാലാവസ്ഥ മാറി. ഇനി കുറച്ച് സമയത്തേക്ക് ഇനി ഇവിടെ ആരെയും കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ട മലയൊക്കെ കേട്ടാതെ ഇപ്പോൾ ഉണ്ടോ കാണാൻ പറ്റുന്നില്ല. അതുപോലെ കോട വന്ന് കയറിയിരിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണട്ടോ. കോട്ടയത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉള്ളത് അധികം ആർക്കും അറിയില്ല. റീൽസിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. പക്ഷേ റീൽസിൽ കാണുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഓടിക്കയറി ഇതിൻ്റെ മുകളിൽ വരാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ട്രെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കയറി വരാൻ പറ്റോ. വന്നു കഴിഞ്ഞുള്ള കാഴ്ച നമുക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും കേട്ടോ. കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്.